ആറ്റിങ്ങലിൽ പാടശേഖരം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ കർഷക സംഘം ആറ്റിങ്ങൽ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക ഐക്യം സിന്ദാബാദ്, കർഷക ഐക്യം സിന്ദാബാദ്. പൊന്നറ ഏല സംരക്ഷിക്കുക, പൊന്നറ ഏല സംരക്ഷിക്കുക, പൊന്നറ ഏലായി സംരക്ഷിക്കുക, പൊന്നറ ഏലായി സംരക്ഷിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക ഐക്യം സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. ആറ്റിങ്ങൽ കിഴക്കുംപുറം പൊന്നറ പാടശേഖരത്തിലെ 50 സെന്റോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് കഴിഞ്ഞ ദിവസം മണ്ണിട്ട് നികത്തിയത്. CPIM ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി എം പ്രദീപ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചില ഭൂമാഫിയ സംഘങ്ങൾ, ചില ഉദ്യോഗസ്ഥരെ തന്നെ പിന്തുണയോടുകൂടി വ്യാപകമായ നിലയിൽ ഇത്തരത്തിൽ പാടശേഖരങ്ങൾ നികത്തുകയാണ്. ഈ പൊന്നറ ഏലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കർഷകരും അതുപോലെ തന്നെ സ്കൂളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തികളും ഒക്കെ കൃഷി ചെയ്ത് നല്ല വിളവെടുത്ത ഏലയാണ് ഈ പൊന്നറ ഏല. ഇവിടെയും നികത്താനുള്ള ബോധപൂർവമായ ശ്രമം, ഇത് തുടക്കം മാത്രമാണ്. ഇത് നമ്മൾ അനങ്ങാതിരുന്നാൽ, കാണാതിരുന്നാൽ ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇവിടെ നികത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രദേശം, അങ്ങനെ അടുത്തടുത്ത് 2-3 മാസം കൊണ്ട് പൊന്നറ ഏല എന്ന് പറയാൻ കഴിയാത്ത നിലയിൽ മൊത്തം ഏലായും നികത്തിയെടുക്കുന്നതിലേക്ക് ഭൂമാഫിയ സംഘങ്ങൾ എത്തും. കർഷക സംഘം ആറ്റിങ്ങൽ വെസ്റ്റ് വില്ലേജ് സെക്രട്ടറി എൻ മോഹനൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക സംഘം ആറ്റിങ്ങൽ ഈസ്റ്റ് വില്ലേജ് സെക്രട്ടറി രാധാകൃഷ്ണക്കുറുപ്പ് സ്വാഗതം ആശംസിച്ചു. കർഷക സംഘം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി C ദേവരാജൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ T ദിലീപ് കുമാർ, CV അനിൽകുമാർ, സതീഷ് കുമാർ, ജോയി തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ഇവിടെ പൂർവ്വസ്ഥിതിയാക്കി ഇവിടെ കൃഷി യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് കേരള കർഷക സംഘം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി ഒരു കുട്ട മണൽ പോലും ഈ പ്രദേശത്തിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന്റെ ഉടമസ്ഥര് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഈ മണ്ണിട്ടത് മാറ്റി ഇവിടെ കൃഷി യോഗ്യമാക്കി ഇവിടെ നല്ല നെൽകൃഷി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ ഉടമ തയ്യാറാകണം എന്നാണ് ഈ സമരത്തിൽ നാം ഉന്നയിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭയുടെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെട്ട നെൽപ്പാടമാണ് ഇത്തരത്തിൽ മണ്ണിട്ട് സ്വകാര്യ വ്യക്തി നികത്തുന്നതെന്നും ഈ സ്വകാര്യ വ്യക്തിക്ക് നിരവധി വീടുകളും ഭൂസ്വത്തുകളും ഉണ്ടെന്നും അവയെല്ലാം വാടകയ്ക്ക് നൽകിയ ശേഷം തിരുവനന്തപുരത്ത് വീട് സ്വന്തമായി വാങ്ങി താമസിച്ചു വരുന്നയാളാണെന്നും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വയലുകൾ നികത്താൻ ഉദ്യോഗസ്ഥർ അനുവാദം കൊടുത്തതെന്ന് അന്വേഷിക്കണം. ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വയലുകൾ വാങ്ങി മണ്ണിട്ട് നികത്തി കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.